ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതല്ലേ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതിനൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ നമ്മൾ വീട്ടിൽ റേഷൻ നിന്നൊക്കെ അരി കിട്ടും. റേഷൻ ചില ആൾക്ക് 2 രൂപക്ക് അരി കിട്ടും, ചിലയാൾക്ക് 4 രൂപക്ക് അരി കിട്ടുന്നുണ്ട്, ചിലയാൾക്ക് 11 രൂപക്ക് അരി കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. പിന്നെ ചിലയാൾക്ക് ഫ്രീ ആയിട്ടും അരി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരിയൊക്കെ വെച്ചിട്ട് നമുക്ക് കുറേ അരിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേയൊക്കെ അത് യൂസ് ആവാതെ പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെവരാണെങ്കിൽ ഇതുപോലെ നല്ല പങ്ങല അരിയൊക്കെ എടുത്തിട്ട് നല്ല പങ്ങല കഴുകി വൃത്തിയാക്കിയിട്ട് മില്ലിൽ പൊടിച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിലാക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കൊന്ന് യൂസ്ഫുള്ളാവെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കിതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം പൊടിച്ചെടുത്താണ്. അപ്പോൾ ഇതുപോലെ വെറുതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടി ഉണ്ടാക്കാം. അപ്പോൾ എനിക്കിത് റേഷന് കിട്ടിയ അരി തന്നെയാണ് കേട്ടോ. പിന്നെ വെള്ളരി സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന അരി എന്നാണ് നമ്മൾ പറയാറ്. അരിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ വെച്ച് പച്ചരിയും കൂടി നമ്മൾ കുറച്ച് മിക്സ് ചെയ്തിട്ട് പച്ചരി മിക്സ് ദോശയൊക്കെ അരക്കുന്ന അരിയാണ് ഇത്. 10 കിലോ വെള്ളരി റേഷൻ അരി കിട്ടുന്നുണ്ടെങ്കിൽ പച്ചരി അതുപോലെ 10 കിലോ കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് ഇതുപോലെ നല്ല പാലൊരു 5-6 പ്രാവശ്യം കഴുകിയിട്ട് നല്ലൊരു അരിപ്പയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം വെയിലത്ത് ആറാൻ വേണ്ടിയിട്ട് വെക്കട്ടെ, ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല പാല പൊരിഞ്ഞ പോലെ വരണം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ആയിട്ട് കേട്ടോ കഴുകി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് കഴുകി എടുക്കുമ്പോൾ നമുക്ക് വേസ്റ്റൊക്കെ നല്ല പാല ക്ലീൻ ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കുറച്ചായിട്ട് ബക്കറ്റിലിട്ടിട്ട് നല്ല പാല കഴുകിയതിന് ശേഷം നമുക്കൊരു അരിപ്പയിൽ അരച്ചിട്ട് മാറ്റി വെക്കട്ടെ, അതിന് വെള്ളമൊക്കെ ഊറി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിനെ വെയിലത്ത് ഉണക്കിയെടുക്കാം. വെയിലില്ലാത്ത സ്ഥലമാണെങ്കിലും നമുക്ക് ഫാനിൻ്റെ അടിയിലൊക്കെ ഇട്ട് ഉണക്കിയിട്ടാൽ രാത്രി കഴുകിയിട്ട് രാവിലേക്ക് ആകുമ്പം ഉറങ്ങുന്ന ടൈമിലൊക്കെ ഫാനിൻ്റെ അടിയിലൊക്കെ ഇട്ട് വെച്ചെങ്കിൽ നല്ല ഉണങ്ങിയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വെയിലത്തിട്ടിട്ട് ഉണക്കി വെച്ചെങ്കിലേ ഒരു 1-1.5 വർഷം വരെ ഒന്നും ആവാതെ വെക്കട്ടെ, ഒന്നും പറ്റൂല. ഒരു 20-25 കിലോ അരിയൊക്കെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സെയിൽ ചെയ്യാനാണെങ്കിലും വീട്ടിലേക്ക് ആവശ്യത്തിനാണെങ്കിലും നല്ല യൂസ്ഫുള്ളായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ. കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഷോപ്പിൽ കൊടുക്കുന്നില്ലെങ്കിലും അടുത്തുള്ള ഇതുപോലെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആരായിട്ടും വാങ്ങാതിരിക്കില്ല. ഇപ്പോൾ ഷോപ്പിൽ പിന്നെ ഇതുപോലെ മില്ലിലൊക്കെ പൊടിച്ച പത്തലിൻ്റെ പൊടി പുട്ടുപൊടി അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല റേറ്റും കൂടി വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് വെറുതെ കിട്ടുന്ന അരിയാണെങ്കിൽ ഇതുപോലെ എല്ലാവരും ചെയ്യട്ടെ. പിന്നെ ചോറിന് 4 രൂപ കൊടുത്തിട്ട് വാങ്ങുന്ന അരിയാണെങ്കിലും പ്രശ്നമില്ല. ഷോപ്പിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഈ അരിക്ക്. അപ്പോൾ ഇതുവരെ ആരും ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്താൽ മതി. നല്ല ഈസി ആയിട്ട് ഒരു 1-2 മണിക്കൂർ മെനക്കെട്ട് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടി ഉണ്ടാക്കാം. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വിട്ടിട്ട് വീട്ടിൽ വെറുതെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് നിൽക്കുന്ന എത്ര അമ്മമാരുണ്ടാവും കേട്ടോ. എത്രയോ അമ്മമാരും വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വെറുതെ ഇരുന്നിട്ട് ആരും ടൈം വേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇതുപോലെ കഴുകിയിട്ട് ഒരു കണ്ണുള്ളൊരു അരിപ്പയിലിട്ട് വെച്ചതിന് ശേഷം നിലത്ത് പ്ലാസ്റ്റിക്കോ തുണിയോ ഒക്കെ പിരിച്ചിട്ട് ഇതുപോലെ ഉണക്കാനിട്ടെങ്കിൽ മാത്രം മതി കേട്ടോ. സാധാരണ എല്ലാവരും ഇങ്ങനെ മില്ലിലിട്ടിട്ട് പൊടിച്ചെടുക്കാറുണ്ടാവും. പക്ഷേ ഇങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ആരും പൊടിച്ചെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം നല്ലൊരു ഉപകാരം കേട്ടോ. ഇപ്പോൾ നമ്മൾ മില്ലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് 5 കിലോ 10 കിലോ ഒക്കെ അങ്ങനെ പൊടി വാങ്ങാൻ കിട്ടും. എന്നാലും നമുക്ക് ഇപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും കേട്ടോ. പത്തൽ ചൂടാൻ, പിന്നെ നൂലപ്പം ചൂടാൻ, അങ്ങനെ എല്ലാത്തിനും ഇത് നല്ല രസമാണ് കേട്ടോ. ഈ പൊടി ഇതുപോലെ ഉണ്ടാക്കിയെങ്കിൽ ഇപ്പോൾ ജോബിന് പോകുന്നവർക്കാണെങ്കിലും ഈസി ആയിട്ട് ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ട്രൈ ആക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഏകദേശം ഒരു 20 കിലോ വരെ അരി എടുത്തിട്ടുണ്ട്. റേഷൻ അരി വെള്ളരി 10 കിലോനും പച്ചരി 10 കിലോനും അങ്ങനെ രണ്ടും സെയിം ആയിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുക്കൽ. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ട് ഇങ്ങനെ വെള്ളം ഊരാൻ അരിപ്പയിലിട്ടതിന് ശേഷം ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് വിരിച്ച് അതിൻ്റെ മേലെ നല്ലൊരു കോട്ടൻ്റെ ബെഡ്ഷീറ്റും കൂടി നിലത്ത് വിരിച്ചിട്ടാണ് കേട്ടോ ഇത് നമ്മൾ പിരിച്ചു കൊടുക്കുന്നുള്ളത്. ഒരു അരമണിക്കൂർ തന്നെ നല്ല പാൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല പൊരിഞ്ഞ വെയിലാണ്. അപ്പോൾ വെയിലായത് കൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്കിത് ഉണക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം ഉണങ്ങിയതിന് ശേഷം ഞാൻ ഒരു ചാക്കിലേക്ക് ആക്കിയിട്ട് ഞാൻ മില്ലിലേക്ക് പൊടിക്കാൻ വേണ്ടി കൊണ്ടു കൊടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും വരുമാന മാർഗ്ഗം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടി ഉണ്ടാക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു യൂസ്ഫുള്ളാണെന്ന് വീഡിയോ ആണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ പുട്ടിനാണെങ്കിലും സെയിം ഈ റേഷൻ അരി തന്നെ പൊടിച്ചെടുക്കട്ടോ. സെയിം ഇത് വെള്ളരി മാത്രം ഇട്ടിട്ട് ക്രഷാക്കി ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അടിപൊളിയായിട്ട് നമുക്ക് പുട്ടും കൂടി ചൂടാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പാക്കറ്റ് പുട്ടൊന്നും കടയിൽ നിന്ന് വാങ്ങണമെന്നില്ല. ഇതുപോലെ പൊടിച്ചിട്ട് റേഷനിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ജോബിനൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്ന
ഒരു അപ്പം കൂടിയാണ് കേട്ടോ ഈ പത്തിരി പുട്ട് അങ്ങനെയൊക്കെ. അങ്ങനെ ഞാൻ 10 കിലോ വെള്ളരി പൊടിച്ചതിന് ശേഷം 10 കിലോ പച്ചരി പൊടിക്കാട്ടോ, അതും കൂടി ഇന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ, പെരുന്നാളിൻ്റെ അപ്പൊക്കെ എന്ത് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് ചുട്ട് കൊടുത്തില്ലല്ലോ. കാരണം ഇപ്പോൾ ഇന്നങ്ങനെ ചുട്ട് കൊടുക്കാൻ അങ്ങനെയൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം ഉപ്പ അമ്മ ഹജ്ജിന് പോയത് കൊണ്ട് ഞാൻ ഫുൾ ടൈം ഇവിടെ ഇല്ലാത്തത് കൊണ്ടും ഞാൻ അങ്ങനെ ആർക്കും ഈ പ്രാവശ്യം അപ്പം ചുട്ട് കൊടുക്കാൻ തന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് പറ്റുവാണെങ്കിൽ ചൂടൊന്നൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ ഓർഡേഴ്സിന്, കുറേ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഓർഡേഴ്സൊക്കെ ഞാൻ വേറെ എനിക്ക് ഒന്നിച്ച് ചുടുന്നവരിക്കും കൊടുത്തായിരുന്നു. പിന്നെ അങ്ങനെ കൂടുതലായിട്ടൊന്നും ചുട്ടെടുത്തിട്ട് വാങ്ങിയിട്ടോ ഓർഡേഴ്സ്. കാരണം വിചാരിച്ച പോലെ നമുക്ക് എത്തിക്കാൻ പറ്റാത്തത് കാരണം അങ്ങനെ ആരോടും ഓർഡേഴ്സ് ഒന്നും എടുത്തിട്ടോ. കുറേ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വിട്ടായിരുന്നു കേട്ടോ ഓർഡേഴ്സ് എല്ലാം. അപ്പം ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്തെങ്കിൽ നമ്മളെ എല്ലാ ടൈമിലും വിളിക്കാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും കേട്ടോ, ഇതുപോലെ ഉണ്ടാക്കി തരുമോ ചുട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരിതാണ് കേട്ടോ ഇത്. പരിയൊക്കെ കഴുകിയിട്ട് കുറച്ച് ഇങ്ങനെ ഇതുപോലെ ഉണക്കാൻ വേണ്ടിയിട്ടുണ്ട്, കുറച്ച് അരപ്പയിലുണ്ട് കേട്ടോ. ബാക്കിയുണ്ടെന്ന് ഒരു സൈഡിലേക്ക് പിരിച്ചിട്ട് ഞാൻ നല്ല പങ്ങല ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് മില്ലിൽ നിന്ന് പൊടിച്ചതിന് ശേഷം നല്ല ചൂടൊക്കെ ഉണ്ടാകും, ചൂടൊക്കെ ആറിയതിന് ശേഷം നല്ല പാല പാക്ക് ചെയ്തിട്ട് കൊടുക്കുന്നവർക്ക് കൊടുക്കട്ടെ. 1 കിലോ വേണമെങ്കിലും 2 കിലോ വേണമെങ്കിലും ചെറിയ പാക്കാക്കി കൊടുത്താൽ മാത്രം മതി. ഇതൊന്നും കുറേ മെനക്കെടില്ലാത്ത പണിയാട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും മിസ് ചെയ്യരുത്. എല്ലാവരും ഇതുപോലെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. കുറേ പേർക്കൊക്കെ റേഷനിൽ നിന്ന് കിട്ടുന്ന അരി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം റേഷനിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ട് കൂടുതൽ പേര് ചോറുണ്ടാക്കിയിട്ട് കഴിക്കലൊക്കെ കുറവാണ്. പിന്നെ പത്തിരി ഉണ്ടാക്കാനും പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തെങ്കിൽ നല്ലൊരു വരുമാനമാകും കേട്ടോ. ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് മില്ലിൽ കൊണ്ടിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു പാക്കിംഗ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. കിലോന് 70 രൂപ അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ അരിപ്പൊടിക്ക് നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിലും ഷോപ്പിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിലും നല്ല റേറ്റ് വരുന്നുണ്ട് 1 കിലോന്. അപ്പോൾ അതുപോലെ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു 50 റുപ്പീസിനാണെങ്കിലും നിങ്ങൾക്ക് നല്ല ലാഭമാണ് 1 കിലോന്. അപ്പോൾ അതുകൊണ്ട് വാങ്ങാനും കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടി ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.